അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ഷോൾ ഡിസൈൻ ചെയ്യണത് നോക്കിയാലോ. അതായത് ഗൗണൊക്കെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സാരി ഡിസൈൻ ചെയ്യണത് എല്ലാം ഈ ഒരു മെത്തേഡിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. അതിനുള്ള മെറ്റീരിയൽ ഇതാണ്. കുറച്ച് ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഒരു ഭാഗത്ത് ഷൈനിങ് ഉണ്ട്, ഒരു ഭാഗത്ത് ഷൈനിങ് ഇല്ല. അങ്ങനത്തെ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഗൗണൊക്കെ അടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് പോത്തീസിൽ നിന്ന് തന്നെ മുറിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. അതിൻ്റെ വില എത്രയാണ് ഞാൻ അന്നേരം റെക്കോർഡ് ചെയ്തപ്പോൾ നോക്കിയായിരുന്നു. 100 സംതിങ് ആയിട്ട് ഞാൻ തോന്നണു കേട്ടോ. ഞാനത് പ്രത്യേകം ഓർക്കണില്ല. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. ഒരു 2.25 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഷോളിന് അത്രയും മതിയല്ലോ. പക്ഷേ ഇത് വീതി കൂടുതലായിരിക്കും. 44 ഇഞ്ച് വീതിയുണ്ട് ഇതിന്. അത്രയും നമുക്ക് ഷോളിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുതച്ച പോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഷോളിന് എപ്പോഴും 36 ഇഞ്ച് വീതി മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് വെട്ടി മാറ്റിയാണ്. 44 നിന്ന് ഒരു 10 ഇഞ്ചില്ല 36 ഇഞ്ച് ലെങ്ത്ത് വീതി വേണം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട് ഒന്നളന്ന് നോക്കുകയാണ്. 36 ഇഞ്ച് കഴിഞ്ഞ് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് എടുക്കാം. 37 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് അടിച്ചൊക്കെ പോകുമ്പോൾ കറക്റ്റ് 36 ഇഞ്ച് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 37 ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ കട്ട് ചെയ്യണം, കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കീറി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ നമ്മളതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുണ്ടല്ലോ 3 പീസാക്കും. ഒരു 2 ഇഞ്ച് വീതിയുള്ള 3 പീസാക്കി എടുത്തിട്ട് നീളത്തിൽ കീറി എടുക്കാം. അപ്പോൾ കീറി തന്നെ ഇങ്ങനെ കീറണ മെറ്റീരിയലാണെങ്കിൽ നമുക്കിങ്ങനെ കീറി എടുക്കാം കേട്ടോ. ചില മെറ്റീരിയൽ കീറാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കത്രിക വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നീളത്തിൽ അടിച്ചെടുക്കണം. നീളത്തിൽ അടിച്ചെടുത്തിട്ട് ഈ ഒരു പീസ് നമ്മൾ ഷോളിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ. വേറെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വേറെ കളർ യൂസ് ചെയ്യണില്ല, ഇതേ സെയിം തന്നെയാണ്. ഇപ്പോൾ സാരിയിലൊക്കെ ആണെങ്കിലും നമുക്ക് വേറെ കളർ വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ലൈസും കൂടെ വെക്കുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും. ചുമ്മാ അങ്ങ് ലൈസ് വെക്കണതിനേക്കാളും നല്ലത് ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. സാരി ആണെങ്കിലൊക്കെ ഇപ്പോൾ എന്തായാലും ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും സാരിയൊക്കെ കൊടുത്ത് ഓഫീസിലും കോളേജിലൊക്കെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സാരിയിൽ നിന്നാണെങ്കിൽ നമുക്ക് സാരിയിൽ നിന്ന് മുറിച്ച പീസ് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. വീതിയിൽ നിന്ന് അത്ര മുറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇനി നല്ല വീതിയുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ വേറൊരു മെറ്റീരിയൽ ഇതേപോലെ 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശം പുറത്താവണ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട്, നല്ല വശം പുറത്താണ് കേട്ടോ, അകത്തല്ല. എപ്പോഴും നമ്മൾ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ നിന്നൊക്കെ അല്ലേ പറയണത്. പുറത്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടതാ ഇതുപോലെ. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാണ്ടിരിക്കാനാണ് 2ആക്കി മടക്കിയെടുക്കുന്നത്. അതിനാണ് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ. അപ്പോൾ നീളത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ലൈസ് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതെങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലേസ് നമ്മൾ റോളായിട്ട് വാങ്ങിച്ചതാണ്. ഒരു റോളിന് 400 രൂപയാണ് കേട്ടോ ലേസ്. നമുക്കിത് 1 മീറ്ററൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല എമൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് റോളായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബ്രോഡ്വേന്നൊക്കെ ആണെങ്കിൽ 400 രൂപയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ലേസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ 2 റോള് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഗൗണിലും ഈ ലേസ് തന്നെ വെക്കാനാണ് കരുതിയിട്ടുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗണിലൊരു മാച്ചിങ് വരണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ആ കുഞ്ഞു പീസ് ഉണ്ടല്ലോ, നമ്മൾ ഈ തുണിയുടെ ചീത്തവശത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചീത്തവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ്. സൈഡിലൂടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ മടക്ക് ഭാഗം ഉണ്ടല്ലോ, മടക്ക് ഭാഗത്തല്ല ഇപ്പോൾ അടിപ്പ് വരുന്നത്, തുമ്പുവശമാണ് കേട്ടോ. നമ്മൾ ആ തുമ്പിനോട് ചേർത്ത് വെച്ചേക്കണം. അപ്പോൾ ലേസ് വെക്കാൻ വേണ്ടി ഞാൻ 1 സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടതിന് ശേഷമാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത്. അതുകൊണ്ട് 1 സൈഡ് പ്രഷർ ഫുട്ടാണ് കിടക്കണത്. പക്ഷെ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. നമ്മുടെ മറ്റേയും ഫുട്ടിട്ട് അടിക്കണ അത്രയും സ്പീഡിൽ നമുക്കിത് കിട്ടില്ല. ഇങ്ങനെ ഈ ഫുട്ട് ഇടുമ്പോൾ ഒരു പരിചയമില്ലാത്ത പോലെ തോന്നും. പിന്നെ സിബ് വെക്കാനും ലേസ് വെക്കാനൊക്കെ അത് ആവശ്യമുള്ളതുകൊണ്ട് നമുക്കതിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണം. പിന്നെ കയ്യിൽ സൂചി കയറാതെയൊക്കെ നോക്കണം. ഈ 1 സൈഡ് പ്രഷർ ഫുട്ട് ഇടുമ്പോഴേ പ്രത്യേകിച്ചും ഇങ്ങനെ അടിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലേക്ക് സൂചി കയറാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ അടിച്ച് ഈ മൂല എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ഇതിനൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നൂലിങ്ങനെ വലിച്ച് കീറിയേക്കണോണ്ട് തന്നെ തുണി ഇങ്ങനെ കീറി എടുത്തതാണല്ലോ ഞാൻ. നൂലിങ്ങനെ അഴിഞ്ഞ് വെട്ടാണെങ്കിൽ അങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചങ്ങ് പോയാൽ മതി. ഇവിടെ മടക്കമൊന്നും വേണ്ട കേട്ടോ. തിരിച്ച് വരുമ്പോഴാണ്, അതായത് മറിച്ച് അപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളത് മടക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് ചീത്ത വശത്താണ് കേട്ടോ.
ചില മെറ്റീരിയലിന് ചീത്ത വശം നല്ല വശം ഉണ്ടാവും, ചിലതിന് കുഴപ്പമുണ്ടാവില്ല. ഏത് വശം വെച്ചാലും നല്ല വശമായിരിക്കും. അങ്ങനെയുള്ളതിന് കുഴപ്പമില്ല, എല്ലാത്തിനും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അറ്റം വരെ ഒന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അടിച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഈ മൂല ഒന്ന് ഫിനിഷ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതാ ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് കുത്തി നിർത്താം. കുത്തി നിർത്തിയതിന് ശേഷം ഇതാ ഇങ്ങോട്ട് വന്നിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. കണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മടക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പീസ് ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. കണ്ടോ? അപ്പോൾ ഒരു തുമ്പൊക്കെ ഇച്ചിരി കാണണമെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് തിരിച്ചടിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ലൈസും വെക്കണുണ്ടല്ലോ, പൊട്ടും കാണൂല കേട്ടോ. അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന് ഇപ്പുറത്തേക്ക് നല്ല വശത്തേക്ക് ഇങ്ങോട്ട് മറിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ആ മൂല ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് നല്ലോണം വിരൽ വെച്ച് നല്ലോണം തള്ളി കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് മറിച്ചെടുക്കാം. അപ്പോൾ ഇത് ആ ഓപ്പൺ വന്ന് കൂടിയില്ല, അത് ലാസ്റ്റ് അടിച്ചാൽ മതി കേട്ടോ, കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേ. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. ഞാനപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് ലേസ് വെക്കണത്. അല്ലെങ്കിൽ ലേസ് നമ്മൾ ഒറ്റക്കാലിട്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ. അതായത് വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടിട്ടേ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നമ്മളൊന്ന് റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വരികയും ചെയ്യും. അതിന് ശേഷം നമുക്ക് ലേസ് വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ സാരിയിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബ്ലൗസിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എളുപ്പം കഴിയും കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റോണൊക്കെ ഉള്ള ലേസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയൊക്കെ നല്ല ലുക്കായിരിക്കും കേട്ടോ. ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ നമുക്ക് പോത്തീസിലൊക്കെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. സാരിയൊക്കെ എല്ലാവരും കൂടെയൊക്കെ ഒരേപോലെ കൊടുക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ നോക്കി, ഈ എൻ്റെ എത്തിയപ്പോൾ ആ മൂല ഞാനൊന്ന് കാണിച്ചു തരാൻ പോവാണേ. അതാ നോക്കി, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ കോർണർ ഷേപ്പിൽ തന്നെ വരും. അവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അവിടെ നിന്ന് അടിച്ചു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നൂല് പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ കുത്തി നിർത്തി അടിച്ചെടുത്തിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. ഇപ്പുറത്തെ സൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ മുമ്പൊക്കെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഷോള് ചെയ്യണതൊക്കെ. അപ്പോൾ നമ്മുടെ തയ്യൽ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടോ? തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണ്ട്. അത് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡും നമ്മളിങ്ങനെ അടിച്ച് നീറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ തുമ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടി വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ ലേസ് വരും. പിന്നെ നമ്മളത് ശ്രദ്ധിച്ച് നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാമെന്ന് മാത്രം. അവിടെ ഇങ്ങനെ ഒന്നാമത്തെ ഇങ്ങനത്തെ തുണിയൊക്കെ ആകുമ്പോഴേ പ്രത്യേകിച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമുക്ക് പതുക്കെ ഒന്ന് പിടിച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ആ ചുളിവ് ഇങ്ങോട്ട് വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്നാൽ ചുളിവ് നിൽക്കും. അത് ചുളിവൊന്നും വരാത്ത വിധം അതിൻ്റെ ഉള്ളിൽ നല്ലോണം നീറ്റായിട്ട് തള്ളി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്കിപ്പോൾ ചുരിദാറോ അല്ലെങ്കിൽ ധാവണിയോ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ലേസൊക്കെ വെച്ചെടുക്കാം. സാരി ആണെങ്കിൽ ലേസൊക്കെ വെച്ചെടുക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനിതായാലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളുടെ ലാസ്റ്റ് ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ലേസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെറുതെ ചുമ്മാ ഒരു ലേസ് വെക്കണേനേക്കാളും ഇങ്ങനെ ഒരു ബോർഡർ, ഒരു ബീഡിങ് സൈഡിൽ കൊടുത്തിട്ട് ലേസ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ ജോയിൻറ്റ് വന്ന ഭാഗം ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സേഫാക്കി വെക്കുകയാണ്. നൂലൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഇനി നമുക്ക് ലേസിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ലേസ് 2 റോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇതാ ഒരു ഫ്രഷ് റോള് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതുപോലെയാണ് നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടണത്. അപ്പോൾ ഇത് നമുക്കതിലാദ്യം പിടിപ്പിക്കാം. പോരാത്തത് ഇത് മതിയാവും, ഇത് മതിയിരുന്നു. ഇതിൽ തന്നെ ബാക്കി വന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9 മീറ്റർ ഉണ്ടല്ലോ, നമുക്ക് ഷോളിലേക്ക് ഒരു 6.5 മീറ്റർ മതിയാവും. അപ്പോൾ ഷോളിൽ നമുക്കിത് ലേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് ശ്രദ്ധിച്ചടിക്കണം കേട്ടോ, നമ്മുടെ കയ്യിൽ സൂചി കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 4 സൈഡിലും ഈ ഒരു സംഭവം പിടിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ 1 സൈഡ് പ്രഷർ ഫുട്ട് ഇടുമ്പോൾ ശ്രദ്ധിച്ച് ഇപ്പോൾ ഈ സൈഡ് തന്നെയാണോ എന്ന് വെച്ചാൽ 2 സൈഡിലുള്ള ഫുട്ടും വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് ലെഫ്റ്റും റൈറ്റും കിട്ടും. അപ്പോൾ നമുക്ക് ഏത് സൈഡാണോ അടിക്കേണ്ടത് അതിന് പറ്റിയ ഫുട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പതുക്കെ അടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്റ്റോണും കൂടെ ഉള്ളതുകൊണ്ടേ, പിന്നെ നമുക്ക് എപ്പോഴും അടിച്ചുള്ള ശീലം ഉണ്ടാവില്ലല്ലോ. ഈ പ്രഷർ ഫുട്ട് നമ്മൾ ഡബിൾ ഇടുന്നതും ഈ സിംഗിൾ ഇടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. കണ്ടോ, അടിച്ചെടുത്ത് അറ്റം വരെ ആക്കിയിട്ട് ആ മൂല വരുമ്പോൾ വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. വേറെ അവിടെ കെട്ടിട്ടടിക്കുക വളച്ചെടുക്കുക ഒന്നും ചെയ്യണ്ട. ചുമ്മാ അങ്ങ് അടിച്ച് 4 സൈഡോടെ അടിച്ച് അങ്ങ് നേരത്തെ നമ്മൾ മറ്റേ തുണി ചേർത്തെടുത്തില്ല അതേപോലെ തന്നെ ചേർത്തെടുത്താൽ മതി കേട്ടോ. ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ കയറി വന്നിട്ട് അങ്ങനെ ചേർത്തെടുത്താൽ മതി. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ നൂലൊക്കെ കിടക്കണ്ടേ, അത് ഞാനിങ്ങനെ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഷോള് കീറി എടുത്തുകൊണ്ട് നൂല് പുറത്തേക്ക് വന്നിട്ടുണ്ട്, അത് ഈ ലേസിൽ ഇങ്ങനെ ചുറ്റി പിടിക്കേണ്ടത് കേട്ടോ. അതൊക്കെ ഒന്ന് നീറ്റാക്കി നമുക്കിങ്ങനെ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല അടിപൊളി ലേസാണ് കേട്ടോ. ഇതിപ്പോൾ 1 മീറ്റർ വാങ്ങിക്കണമെങ്കിൽ 100 രൂപയൊക്കെ വരും. 9 മീറ്റർ നമുക്ക് 400 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അതാണ് ഈ ഹോൾസെയിൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചാലുള്ള ഗുണേ. അപ്പോൾ എന്തായാലും ഇത് അറ്റം വരെ നമുക്ക് അടിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലേസൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സാരിക്കൊക്കെ നല്ലതാട്ടോ, ഇങ്ങനെ ലേസൊക്കെ പിടിപ്പിച്ച് സാരിയൊക്കെ കൊടുക്കാം താല്പര്യമുള്ളവർക്ക്. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വേണമെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം, എന്നിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്